കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരന് നേരെ രോഗിയുടെ ആക്രമണം. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് ബാബുവിന്റെ തലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ശ്വാസം മുട്ടലായി വന്ന സെബാസ്റ്റ്യനാണ് ആക്രമിച്ചത്. ICUവിൽ വെച്ചായിരുന്നു സംഭവം. തലയ്ക്ക് പരിക്കേറ്റ സുരേഷ് ബാബുവിന്റെ കഴുത്തിനും പൊട്ടലുണ്ട്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഈ കൊല്ലം ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം നടന്ന സംഭവം മൂലം ഉണ്ടായത് കൊല്ലം ജില്ലയിലാണ്. തുടർച്ചയായി ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. വേണ്ടത്ര സുരക്ഷാ ജീവനക്കാരൊന്നും ആശുപത്രിയിലില്ലേ? കാരണം ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം ആശുപത്രി സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും CCTV ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ആരോഗ്യ വകുപ്പ് പലപ്പോഴായി പറയുമ്പോഴും വാഗ്ദാനം ചെയ്യുമ്പോഴും പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണല്ലോ. ഇന്നലെ എന്താണ് ജില്ലാ ആശുപത്രിയിൽ സംഭവിച്ചത്? തീർച്ചയായിട്ടും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ജീവനക്കാർക്ക്, ആശുപത്രി ജീവനക്കാർക്ക് പോലും ആശുപത്രിക്കുള്ളിൽ ജോലി ചെയ്യാൻ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് അവർക്ക് സംരക്ഷണമില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വാർത്ത അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പല വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ജില്ലയിൽ പലയിടത്തും പല സംഭവങ്ങൾ. ഡോക്ടർ വന്ദനദാസിന്റെ പ്രമാദമായ കേസുകൾ അടക്കം നടന്ന ഒരു ജില്ലയാണ് ഇത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ്. ജില്ലാ ആശുപത്രിയിൽ സെബാസ്റ്റ്യൻ എന്ന ഒരു 65-കാരനാണ് ചികിത്സ തേടി എത്തിയത്. അയാൾക്ക് രോഗം മുറിച്ചതോടെ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. അയാൾക്ക് ശ്വാസമുട്ടും അതുപോലെ തന്നെ പനിയും ഛർദിയൊക്കെ ആയിരുന്നു. അങ്ങനെ ICUവിൽ എത്തിയപ്പോൾ അവിടെ ചികിത്സയിൽ ഇരുന്ന സമയത്താണ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന, അതായത് നഴ്സിംഗ് അസിസ്റ്റന്റായ ഒരാളെ ആക്രമിച്ചത്. സുരേഷ് ബാബു എന്നാണ് അയാളുടെ പേര്. അതിക്രൂരമായ ആക്രമണം ആണ് ഏൽക്കേണ്ടി വന്നത്. ഈ ട്രിപ്പ് ഇടുന്ന സ്റ്റാൻഡ്, ട്രിപ്പ് നമ്മൾ രോഗികൾക്കായിട്ട് ഇടുന്ന സ്റ്റാൻഡ് എടുത്താണ് അടിച്ചത്. ആ ഒരു മർദ്ദനത്തിൽ തന്നെ അയാളുടെ നെറ്റിക്ക് നല്ല പരിക്കേറ്റു. അതുപോലെ തന്നെ കഴുത്തിന്റെ പിൻഭാഗത്തായി പൊട്ടലുകൾ ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അയാളെ എല്ലാവരും കൂടി ചേർത്ത് താങ്ങിയാണ് ആംബുലൻസിലേക്കൊക്കെ കയറ്റുന്നത്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു മർദ്ദനത്തിന് ഈ ഇരയായിട്ടുണ്ട് സുരേഷ് ബാബു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ സുരേഷ് ബാബുവിനെ സമീപത്തുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മാറ്റിയത്. അപ്പോൾ ഇതൊരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പ്രധാനമായി സൂചിപ്പിക്കാനുണ്ട്. ഈ ചികിത്സ തേടി എത്തിയ ആൾ, ഈ മർദ്ദിച്ച ആൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന്, മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് അയാളുടെ വീട്ടുകാർ ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ സെബാസ്റ്റ്യൻ എന്ന ആൾ വയോധികൻ ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ബാബുവിനെ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇയാൾക്ക് ഇത്തരം മാനസിക വിഭ്രാന്തിയുള്ള ആളായതുകൊണ്ടാവാം ഒരുപക്ഷെ ഈ വീട്ടുകാർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനിത്. പക്ഷെ എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഒരു പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയിൽ ഈ രീതിയിൽ അക്രമ സംഭവങ്ങൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ ന്യായീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ലഘൂകരിക്കാൻ കഴിയില്ല. കടുത്ത നടപടി സ്വീകരിക്കേണ്ടതല്ലേ? പോലീസ് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാൻ തന്നെ കഴിയും. അതായത് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത്. നെറ്റിയിൽ നല്ല മുറിവാണുള്ളത്. അതുപോലെ തന്നെ കഴുത്തിന്റെ പിന്നിലും നല്ല പൊട്ടലുകളും സുരേഷ് ബാബുവിന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ആ അക്രമത്തിന്റെ സ്വഭാവം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. തന്നെയല്ല, ഇത്രത്തോളം പ്രകോപനം ഉണ്ടാകാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നുള്ളതാണ് കൃത്യമായി അന്വേഷിക്കേണ്ടത്. അതായത് ചികിത്സ തേടി എത്തിയ രോഗിയാണ്. രോഗികൾക്ക് പല മാനസികാവസ്ഥകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഒരുപക്ഷെ ചെയ്തതാവാം. അതെന്താണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിയതെന്നടക്കം അന്വേഷിക്കേണ്ടതാണ്. നിലവിൽ ആശുപത്രി അധികൃതർ പോലീസിൽ തങ്ങൾക്ക് പരാതിയില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് എന്തായാലും സംഭവത്തിൽ അവിടെ എത്തിയാലും ജില്ലാ പോലീസിലെ പോസ്റ്റ് സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവിടെ പോലീസ് അവിടെ എത്തേണ്ടതാണ്. എത്തുകയും ചെയ്തു. അപ്പോൾ
ഇത്തരം ചില സാഹചര്യങ്ങളുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്, എന്താണ് നടന്നതെന്നടക്കം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ അക്രമം നടത്തിയ ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി മനോനില ചികിത്സയൊക്കെ തേടിയ ആളാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് തുടർ നടപടികളിലേക്ക് നീങ്ങാത്തത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അത് ഉറപ്പായും ഉണ്ടാവണം. കാരണം ആരോഗ്യ പ്രവർത്തകർ അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് ചെയ്യുന്നവരാണ്, ഉറക്കം നിന്ന് ജോലി ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. അപ്പോൾ എന്താണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളത് ഈ സുരേഷ് ബാബുവിനോടൊപ്പം ജോലി ചെയ്ത സഹ ജീവനക്കാരുടെ സുരേഷ് ബാബുവിന് നേരെ മാത്രമാണോ ആക്രമണം ഉണ്ടായത് വിനീഷ്, അതോ മറ്റാർക്കെങ്കിലും നേരെ ഈ രീതിയിൽ ഈ സെബാസ്റ്റ്യൻ പരാക്രമം കാട്ടിയോ? ഈ സമയം എങ്ങനെയാണ് ഈ രോഗിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്? ടോം, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അസുഖം മൂർച്ഛിച്ചതോടെയാണ് ഇയാളെ ICUവിലേക്ക് മാറ്റിയത്. അപ്പോൾ ICUവിൽ സുരേഷ് ബാബു ആയിരുന്നു ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്, നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഇയാൾക്ക് ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായി. ഈ തർക്കമാണ് ഈ പ്രകോപനപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും സുരേഷ് ബാബുവിനെ ആക്രമിച്ചതും. അപ്പോൾ അതാണ് ആ ഒരു ചികിത്സക്കിടയിലുണ്ടായ ചില തർക്കങ്ങളാണ് ഈ ഒരു അക്രമത്തിലേക്ക് വഴിവെച്ചത് തന്നെ. പക്ഷേ സമീപനം പാലിക്കേണ്ടവർ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ. അവരിൽ നിന്നുണ്ടാകുന്ന ചില സമീപനങ്ങൾ, നമുക്ക് ചില ആശുപത്രികളിൽ ചില വിഷയങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രോഗിക്ക് ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി അധികൃതർ പരാതിക്കോ അങ്ങനെയൊന്നും പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ രണ്ടുപേർക്കും ചികിത്സ ലഭ്യമായിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ തന്നെ ഈ ചികിത്സയ്ക്ക് വന്ന ആൾ ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ തന്നെ ചികിത്സ നൽകുന്നു. ആക്രമിച്ച ആൾക്ക് വീണ്ടും ആരോഗ്യ പ്രവർത്തകർ ചികിത്സ നൽകിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അവരെ സഹപ്രവർത്തകനാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. അയാളെ പെട്ടെന്ന് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകേണ്ടത് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഏറെ നിർഭാഗ്യകരമായൊരു സംഭവമാണ് കൊല്ലം ജില്ലാശുപത്രിയിൽ ഉണ്ടായത്. അവിടുത്തെ ജീവനക്കാരന് നേരെ, നഴ്സിംഗ് അസിസ്റ്റന്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.